സർക്കാർ ജോലി എന്ന സ്വപ്നത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ചർച്ചയാവുകയാണ് മലപ്പുറം കാളികാവ് സ്വദേശി അബ്ദുൾ മജീദിന്റെ അനുഭവം. ഒരു സർക്കാർ ജോലിക്കായി പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥിക്ക് നിയമന ഉത്തരവ് എത്തിയത് 18 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ അതിനിടെ അദ്ദേഹത്തിന് വിരമിക്കൽ പ്രായം പിന്നിട്ടിരുന്നു എന്നതാണ് സംഭവത്തിലെ അതിശയം. മലപ്പുറം ജില്ലയിലെ കാളികാവ് സ്വദേശി അബ്ദുൾ മജീദാണ് PSCയുടെ നടപടിയിൽ ദുരിതത്തിലായത്. 2005 പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തികയിലേക്ക് പരീക്ഷ എഴുതിയ മജീദ് തുടർന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ ഇടം നേടിയെങ്കിലും നിയമന നടപടികൾ നീണ്ടുപോവുകയായിരുന്നു. 3 വർഷത്തെ കാലാവധി ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റ് 2008 കാലഹരണപ്പെട്ടു. സാധാരണ റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകളും അവസാനിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഉദ്യോഗാർത്ഥികളുടെ അഭാവം മൂലം മുമ്പ് മാറ്റിവെച്ചിരുന്ന ഒഴിവിലേക്ക് നിയമനം നടത്താനുള്ള നടപടികളാണ് വീണ്ടും ആരംഭിച്ചത്. ഇതിനിടെയാണ് 2026 ഏപ്രിൽ 26 തൃശൂർ PSC ഓഫീസിൽ നിന്നും അബ്ദുൾ മജീദിന് അപ്രതീക്ഷിതമായി അഡ്വൈസ്ഡ് മെമ്മോ ലഭിക്കുന്നത്. 3 മാസത്തിനകം നിയമന ഉത്തരവുമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഔദ്യോഗിക രേഖകൾ പ്രകാരം അബ്ദുൾ മജീദിന് 60 വയസ്സ് പൂർത്തിയാകുകയായിരുന്നു. 2010 തന്നെ നൽകേണ്ട നിയമന ഉത്തരവാണ് 2026 ലഭിച്ചത് എന്നതാണ് അബ്ദുൾ മജീദിന്റെ ആരോപണം. തസ്തിക വർഷങ്ങളോളം അനാവശ്യമായി വൈകിപ്പിച്ചതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നതാണ് മജീദിന്റെ ആരോപണം. 2005 നിലവിൽ വന്ന PSC റാങ്ക് ലിസ്റ്റിലെ 12ാം നമ്പർ കാറ്റഗറി 12ാം നമ്പർ കാരനാണ് ഞാൻ. അതുകൊണ്ട് ഞാനാണ് പിന്നെ അവസാനം നിയമിക്കാണ്ടിരുന്നത്. അപ്പോഴൊക്കെ പിന്നെ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് PSC ചെയർമാൻമാരത്തൊക്കെ പോയിട്ടുണ്ട്, സലാഹുദ്ദീൻ. അപ്പോൾ അന്നൊന്നും ഇവർ ഈ നോട്ടിഫിക്കേഷനൊന്ന് ചുരുക്കി <2 എന്നുള്ളത് ആ ക്രമം അനുസരിച്ച് ചെയ്തിരുന്നെങ്കിൽ തന്നെ എനിക്ക് ഈ പോസ്റ്റ് കിട്ടുമായിരുന്നു. പിന്നെ 66 മെയ് 27 എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞു. DD ഓഫീസിൽ പോയി അവിടെ നിന്നാണ് നിങ്ങൾക്ക് ജൂണിൽ നിയമനം വരും എന്ന് പറഞ്ഞത്. അപ്പോൾ നിയമനം വന്നിട്ട് എന്ത് കാര്യമാണ്? ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യമല്ലാതെ പോകേണ്ടത്. അപ്പം അങ്ങനെ ഒരു പ്രയാസത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മജീദിന്റെ SSLC ബുക്കിൽ ജനന തീയതി 1966 മെയ് 27 എന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജനന തീയതി 1967 മെയ് 27 ആണെന്നാണ് മജീദ് പറയുന്നത്. രേഖയിലെ ഈ പിഴവ് തിരുത്താനായാൽ 1 വർഷമെങ്കിലും ജോലി ചെയ്യാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മജീദ് ഇപ്പോൾ ഉള്ളത്. ഇതിനായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ മുഖേന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് നിവേദനവും നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ മാനുഷിക പരിഗണന വേണമെന്നതാണ് കുടുംബത്തിന്റെയും മജീദിന്റെയും ആവശ്യം. ജീവിതത്തിന്റെ വലിയൊരു കാലയളവ് സർക്കാർ ജോലിയെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഒരാൾക്ക് വൈകി ലഭിച്ച നിയമന ഉത്തരവാണെങ്കിലും അതിനൊപ്പം എത്തിയിരിക്കുന്നത് വലിയൊരു നിരാശയുമാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. KV മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ സെന്റ് മേരീസ് സ്കാനിംഗ് സെന്റർ, MC റോഡ്, അടൂർ. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Scanning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.